ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. കാലത്തിന്റെ കാവൽക്കാരൻ, കർമ്മത്തിന്റെ കണക്ക് സൂക്ഷിക്കുന്നവൻ, നീതിയുടെ നിഴൽ, അതാണ് ശനിദേവൻ. പൂരിട്ടാതിയിൽ നിന്ന് ഉത്രിട്ടാതിയിലേക്ക് നക്ഷത്രങ്ങളുടെ വഴിയിലൂടെ ശനി സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വന്തം നക്ഷത്രത്തിലാണ് ശനി. ശനി കനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വീഡിയോയിൽ ക്യാപ്ഷനായി ശനി കനിയുന്നു എന്നുള്ളത് അവതരിപ്പിച്ചത്. സ്വന്തം നക്ഷത്രത്തിൽ ശനി കനിയുന്നു, ശക്തി വർദ്ധിക്കുന്നു, കർമ്മം ഉണരുന്നു, വിധി എഴുന്നേൽക്കുന്നു. ഇത് രാശിമാറ്റമല്ല, ഇത് വിധി മാറ്റമാണ്. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. സ്വാഗതം ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഒന്നിച്ച് യാത്രയാകാം ശനി കനിയുന്ന കാലത്തിന്റെ സാക്ഷിയാകാനായി. ശാന്തമായ മീനം രാശിയുടെ ആഴങ്ങളിൽ കാലത്തിന്റെ ഗുരുവായ ശനി ഇന്ന് ഒരു നക്ഷത്രവാതിൽ കടന്നിരിക്കുകയാണ്. ഉരുട്ടാതിയിൽ നിന്ന് സ്വന്തം ശ്വാസമായിട്ടുള്ള ഉത്രിട്ടാതിയിലേക്ക് 2026 ജനുവരി 20 ശനി നക്ഷത്രം മാറി ഉത്രിട്ടാതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് രാശിമാറ്റമല്ല, പക്ഷെ വിധിയുടെ താളം മാറുന്ന ഒരു നക്ഷത്ര മാറ്റമാണ്. സ്വന്തം നക്ഷത്രത്തിൽ എത്തിയ ശനി ഇനി ദുർബലനല്ല, തളർച്ചയില്ലാത്ത നീതിയുടെ നിഴലാണ് ശനി. ജലരാശിയിലെ അസ്ഥിരതകൾക്കിടയിലും ശനി കനിയുന്നുണ്ട്. കഠിനതയല്ല, പക്വതയാണ് ഇനി അവന്റെ ഭാഷ. 2026 മെയ് 16 വരെ ഉത്രിട്ടാതിയിൽ ശനി വസിക്കുമ്പോൾ 12 രാശികളിലും 27 നക്ഷത്രക്കാർക്കും കാലം പുതിയ പരീക്ഷകൾ എഴുതുന്നതാണ്. എന്നാൽ ധൈര്യത്തിനും ക്ഷമയ്ക്കും ഇനി മറുപടി കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം ശനിയുടെ ഈ നക്ഷത്രമാറ്റം ഓരോ രാശിക്കും എന്താണ് പറയുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഇടവക്കൂറുകാരുടെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയുടെ ഭാഗത്തിലേക്ക് കടക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. പഴയ ബന്ധങ്ങൾ പരീക്ഷിക്കപ്പെടും. മണ്ണ് പോലെ നിൽക്കുക. ഫലം കാലം തന്നെ എത്തിക്കുന്നതാണ്. ഇത് നിങ്ങൾക്കുള്ള സൂചനയാണ്. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇടവക്കൂറുകാരുടെ ശനി കനിയുന്നു എന്നുള്ള ഫലത്തിലേക്ക് കടക്കാം. ഇടവക്കൂറുകാർക്ക് 9ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ശനി 11ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. യോഗകാരകനായിട്ടുള്ള ശനി 2026 ജനുവരി 20 ശനിയുടെ സ്വന്തം നക്ഷത്രമായിട്ടുള്ള ഉത്രിട്ടാതിയിലേക്ക് സംക്രമിക്കപ്പെട്ടിരിക്കുന്നു. വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. തൊഴിൽ രംഗത്തുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് ധനാഗമനം ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ധനാഗമന മാർഗങ്ങൾ കണ്ടെത്തി നീതിപൂർവം കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. കഠിന പ്രയത്നത്താൽ ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കഠിനാധ്വാനത്തിന് ഫലം കാണാനാകും. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം അനായാസന സാധ്യമാകുന്നതാണ്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും ആകുന്നതാണ്. കർമ്മരംഗത്ത് വെല്ലുവിളികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്നവർക്ക് അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകുന്നതാണ്. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കുന്നതിനും അവ പ്രയോജനപ്പെടുത്തുന്നതിനും സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. കടബാധ്യതകൾ ദൈവാധീനത്താൽ വീട്ടി തീർക്കാനായിട്ട് സാധിക്കും. രോഗശമനം ഉണ്ടാകുന്നതിനും സാഹചര്യമുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ തൃപ്തിയും ഉണ്ടാകുന്നതാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും അച്ഛനിൽ നിന്നും സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. പൂർവ്വപുണ്യങ്ങളെല്ലാം ലഭിക്കുന്ന കാലമാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കപ്പെടും. ഉത്തരവാദിത്ത ബോധം വർദ്ധിക്കുകയും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും ആണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ്. പിതൃസ്വത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം പരിഹരിച്ച് തനിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കുന്നതാണ്. നല്ല ധൈര്യത്തോടും ഊർജ്ജസ്വലതയോടും കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുക. യാത്രകൾ വേണ്ടി വരുന്നതാണ്. വ്യവഹാരങ്ങളിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ്. മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്. കർമ്മ മേഖലകളിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. ശത്രുശല്യം കുറയുന്നതിനും കടബാധ്യതകൾ തീർക്കുന്നതിനും സഹോദര സഹായങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ്. അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും മനസ്സമാധാനവും ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗപ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനും ആകുന്നതാണ്. നല്ല ആരോഗ്യത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമായിട്ടുള്ള കാലമാണ്. ശനി ശിക്ഷിക്കുന്നില്ല,
അവൻ പാകപ്പെടുത്തുന്നു. ശനി കനിയുമ്പോൾ ജീവിതവും കനിയും. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം, ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളു പായസം, നെയ്യ് അഭിഷേകം എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുക. കൂടാതെ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, വടമാല, വെറ്റിലമാല ഇവയൊക്കെ സമർപ്പിക്കുന്നതും നല്ല ഫലത്തെ ലഭിക്കുന്നതിന് സഹായിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശബരിമല ദർശനം നടത്തുന്നതും ഒക്കെ ശുഭഫലത്തെ വർദ്ധിപ്പിക്കും. കൂടാതെ എള്ള, ശർക്കര എന്നിവ ദാനം ചെയ്യുന്നതും ശനി പ്രീതികരമാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്തയെങ്കിലും ഉണർത്തിയെങ്കിൽ, ഈ ജ്ഞാനം ഒരു ജീവനെങ്കിലും സഹായിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് ധർമ്മത്തിന്റെ മൗനസമ്മതത്തിനായി നൽകൂ. ഒരു ഷെയർ ശനിയുടെ ഈ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കാനായി ചെയ്യൂ. ഋഷിപ്രോക്തം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഋഷിമാരുടെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ എല്ലാവരിലേക്കും എത്തിക്കാനായി നിങ്ങളുടെ സഹകരണവും ബെല്ലൈക്കണിൽ ഒന്നമർത്തൂ. കാലം വിളിക്കുമ്പോൾ ജ്ഞാനം നിങ്ങൾക്ക് മുന്നിൽ ഒരു മുന്നറിയിപ്പായി എത്താനായി. ഓം ശം ശനൈശ്വരായ നമഃ. ഓം ശം ശനൈശ്വരായ നമഃ. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. നന്ദി.